മാസങ്ങളോളം വളരെ കഷ്ടപ്പെട്ട് ഉം, നിരന്തരം ആക്രമിച്ച് നിങ്ങൾ വലിയൊരു കരിങ്കൽ കോട്ട തകർക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക. ഉം, അതൊരു ചെറിയ കാര്യമല്ല. അതെ അതെ. ആ കോട്ട തകർത്ത് നിങ്ങൾ ആഗ്രഹിച്ച ആ വലിയ വിജയം നേടാൻ പോകുന്ന ആ ഒരു നിമിഷത്തിൽ ദാ വരുന്നൊരു സന്ദേശം. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം നിങ്ങളുടെ സ്വന്തം വീടിന്, അതായത് നിങ്ങളുടെ തലസ്ഥാനത്തിന് തീപിടിച്ചിരിക്കുന്നു. ഓ, അപ്പോ പിന്നെ ഒന്നും നോക്കാൻ പറ്റില്ലല്ലോ. പിന്നല്ല, ഒരു നിമിഷം പോലും വൈകാതെ എല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾക്ക് തിരികെ ഓടേണ്ടി വരുന്നു. കേൾക്കുമ്പോൾ ഇപ്പോൾ ഒരു സിനിമയിലെ രംഗം പോലെ തോന്നാമല്ലേ? ശരിക്കും ഒരു സിനിമാറ്റിക് അവസ്ഥ തന്നെയാണത്. എന്നാൽ 1790-ൽ ദക്ഷിണേന്ത്യയെ വിറപ്പിച്ച മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താന് കേരളത്തിൽ വെച്ച് കൃത്യമായും സംഭവിച്ചതിതാണ്. നിങ്ങൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ ഈ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. അതെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് 1783 മുതൽ 1790 വരെയുള്ള കാലഘട്ടമാണ്. മലബാറിന്റെ ചരിത്രത്തെ, അതിന്റെ ആ ഒരു ഭരണഘടനകളെ അടിമുടി മാറ്റിയെഴുതിയ കുറച്ച് വർഷങ്ങൾ. എന്നുവച്ചാൽ പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന ഒരു ലേണർക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. കൃത്യമായി പറഞ്ഞാൽ തീയതികളും സ്ഥലങ്ങളുമൊക്കെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ഈ 80കളുടെ തുടക്കത്തിൽ മലബാറിലെ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം വളരെ സങ്കീർണമായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. ഒരുപാട് ചെറിയ നാട്ടുരാജ്യങ്ങൾ പരസ്പരം പോരടിക്കുന്നൊരവസ്ഥ. അതെ അതെ, ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അന്നത്തെ മലബാർ എന്ന് പറയുന്നത് ഇപ്പോഴുള്ളതുപോലെ ഒരു ഒറ്റ പ്രദേശമായിരുന്നില്ല. ചെറിയ ചെറിയ കഷ്ണങ്ങളായി കിടക്കുകയായിരുന്നു അല്ലേ? അതെ, സ്വന്തമായി സൈന്യവും നിയമങ്ങളുമൊക്കെയുള്ള കുറേ ചെറിയ രാജ്യങ്ങൾ. ഓരോ രാജാക്കന്മാരും തങ്ങളുടെ അധികാരം നിലനിർത്താൻ ഡച്ചുകാരും ഫ്രഞ്ചുകാരും പിന്നെ ബ്രിട്ടീഷുകാരുമായി വരെ രഹസ്യ സഖ്യങ്ങളുണ്ടാക്കുന്ന ഒരു സമയം. ആ ഒരു പശ്ചാത്തലത്തിലാണ് 83-ലെ സംഭവങ്ങളെ നമ്മൾ കാണേണ്ടത്. തീർച്ചയായും. ഈ അസ്ഥിരത മുതലെടുത്താണ് നവംബർ 1783-ൽ ബ്രിട്ടീഷ് സൈനികനായ കേണൽ ഫുള്ളട്ടൺ പാലക്കാട് കോട്ട പിടിച്ചെടുക്കുന്നത്. ഓ, പാലക്കാട് കോട്ട. അതെ, വെറുതെ പിടിച്ചെടുക്കുക മാത്രമല്ല, ആ കോട്ടയുടെയും ആ പ്രദേശത്തിന്റെയും നിയന്ത്രണം അദ്ദേഹം അവിടുത്തെ മുൻ ഭരണാധികാരിയായിരുന്ന സാമുദ്രിക്ക് തിരികെ നൽകുകയും ചെയ്തു. അത് മൈസൂർ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായിരുന്നില്ലേ? അതെ, വലിയ തിരിച്ചടി തന്നെയായിരുന്നു. പക്ഷേ ആ വിജയത്തിന്റെ ആയുസ് വളരെ ചെറുതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ വാർത്തയറിഞ്ഞ് ടിപ്പു സുൽത്താൻ അതിവേഗം മലബാറിലേക്ക് തിരിച്ചെത്തിയില്ലേ? അതെ, അതിവേഗം തിരിച്ചെത്തി. കോട്ടനദി വരെയുള്ള തെക്കൻ മലബാർ പ്രദേശം അദ്ദേഹം ഒരു ചുഴലിക്കാറ്റ് പോലെയാണ് തിരിച്ചുപിടിച്ചത്. എന്നാൽ അവിടെ നിന്ന് വടക്കോട്ട്, അതായത് തലശ്ശേരിയിലേക്ക് അദ്ദേഹത്തിന് മുന്നേറാൻ കഴിഞ്ഞില്ല എന്ന് പറയപ്പെടുന്നു. അതെ, അതിനൊരു കാരണമുണ്ട്. അവിടെ ബ്രിട്ടീഷുകാർ അത്രത്തോളം ശക്തമായൊരു പ്രതിരോധ നിര തീർത്തിട്ടുണ്ടായിരുന്നു. തലശ്ശേരിയിലെ പ്രതിരോധം വലിയൊരു തടസ്സം തന്നെയായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ആ സമയത്താണ്, അതായത് 1783 ഡിസംബറിൽ ബ്രിട്ടീഷുകാർ മറ്റൊരു തന്ത്രപരമായ നീക്കം നടത്തുന്നതല്ലേ? അതെ, അവർ കണ്ണൂർ പിടിച്ചെടുക്കുന്നു. അവിടത്തെ ഭരണാധികാരിയായിരുന്ന അറക്കൽ ബീവിയെക്കൊണ്ട് നിർബന്ധിതമായൊരു സൗഹൃദ ഉടമ്പടിയില് അവർ ഒപ്പുവെപ്പിക്കുകയും ചെയ്തു. അതൊരു വലിയ നീക്കമായിരുന്നു. ശരിയാണ്. ഈയൊരു സാഹചര്യത്തിൽ അന്നത്തെ പ്രധാന അധികാര കേന്ദ്രങ്ങൾ എവിടെയൊക്കെയായിരുന്നു എന്ന് പഠിക്കുന്നവർ ഓർക്കുന്നത് നന്നായിരിക്കും. തീർച്ചയായും. അതൊന്ന് പറയാമോ? അറക്കൽ സുൽത്താനേറ്റിന്റെ തലസ്ഥാനം കണ്ണൂരും കോലത്തുനാടിന്റെ തലസ്ഥാനം വളപട്ടണവും സാമുദ്രിയുടെ പ്രധാന കേന്ദ്രം കോഴിക്കോടുമായിരുന്നു. ഓക്കെ. ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ആ കാലഘട്ടത്തിലെ അധികാര വടംവലികളുടെ പ്രധാന വേദികളായി മാറിയല്ലേ? അതെ. ഈ വടംവലികൾക്കിടയിലാണ് 1784-ലെ മംഗലാപുരം ഉടമ്പടി വരുന്നത്. രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം അതോടെ അവസാനിച്ചു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അതെ, അവിടെയാണ് കാര്യങ്ങൾ മാറുന്നത്. ഇവിടെ എനിക്കൊരു സംശയമുണ്ട്. ഇപ്പോൾ ഒരു കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കരാറിൽ നിങ്ങൾ ഒപ്പുവെച്ചു എന്ന് കരുതുക. എന്നാൽ ആ കമ്പനിയിലെ താഴെത്തട്ടിലുള്ള ജീവനക്കാർ ആരും തന്നെ നിങ്ങളുടെ ഈ പുതിയ അധികാരത്തെ അംഗീകരിക്കുന്നില്ല. അതുപോലെയല്ലായിരുന്നു ഇത്? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ് അവസ്ഥ. കാരണം ബ്രിട്ടീഷുകാർ കരാർ ഒപ്പിട്ടെങ്കിലും മലബാറിലെ ജനങ്ങൾ അത് അംഗീകരിച്ചിരുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ ഈ ഉടമ്പടിക്ക് ശേഷം ഗ്രൗണ്ട് ലെവലിൽ എന്താണ് സംഭവിച്ചത്? അവിടെയാണ് ഈ ചരിത്രത്തിലെ ഏറ്റവും കൗതുകകരമായ കാര്യം ഒളിഞ്ഞിരിക്കുന്നത്. ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഉടമ്പടി അവർക്ക് സാമ്പത്തികമായും സൈനികമായും ആവശ്യമായിരുന്ന ഒരു വെടിനിർത്തൽ മാത്രമായിരുന്നു. അവർക്കൊരു ബ്രേക്ക് വേണമായിരുന്നു. അതെ. എന്നാൽ ടിപ്പു സുൽത്താനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിജയമായിരുന്നു. ഈ കരാറിലൂടെ കേരളത്തിൽ, പ്രത്യേകിച്ചും മലബാറിൽ തനിക്കുള്ള ആധിപത്യം ബ്രിട്ടീഷുകാർ ഔദ്യോഗികമായി അംഗീകരിച്ചു എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്.
അതായത് മലബാറിന് മേലുള്ള മൈസൂർ നിയന്ത്രണം പരോക്ഷമായി അവിടെ നിയമാനുസൃതമാക്കപ്പെട്ടു എന്ന് പറയാം. കൃത്യം. ഈ ഒരു അംഗീകാരം ലഭിച്ചതോടെ മലബാറിനെ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കാം എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. തന്റെ സ്വന്തം ഭരണപരിഷ്കാരങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ലഭിച്ച ഒരു ലൈസൻസായി അദ്ദേഹം ഇതിനെ കണ്ടു. അങ്ങനെയാണല്ലേ 88ഓടെ വലിയ തോതിലുള്ള ഭരണ-സാമ്പത്തിക മാറ്റങ്ങൾക്ക് മലബാർ സാക്ഷ്യം വഹിക്കുന്നത്? അതെ അതെ. ആ മാറ്റങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ഭരണപരമായ ഉടച്ചുവാർക്കലുകൾ വളരെ വലുതായിരുന്നില്ലേ? നൂറ്റാണ്ടുകളായി മലബാറിൽ നിലനിന്നിരുന്ന ആ ഒരു പരമ്പരാഗത ഫ്യൂഡൽ നായർ ഭൂവുടമ സമ്പ്രദായം അദ്ദേഹം പൂർണ്ണമായും പൊളിച്ചുമാറ്റി. എന്തുകൊണ്ടായിരുന്നു അത്? അത് മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ ഫ്യൂഡൽ സിസ്റ്റം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ അറിയണം. അന്ന് ഭൂമിയുടെ അധികാരം കേന്ദ്രീകൃതമായിരുന്നില്ല. നാടുവാഴികൾക്കും ജന്മികൾക്കും നായർ പ്രമാണിമാർക്കുമായിരുന്നു സൈനികവും സാമ്പത്തികവുമായ അധികാരമുണ്ടായിരുന്നത്. ഓ, അപ്പൊ അവർക്കായിരുന്നു ശരിക്കുള്ള പവർ. അതെ. പക്ഷെ ടിപ്പുവിനു വേണ്ടത് കൃത്യമായി നികുതി ലഭിക്കുന്ന തന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു ഭരണ സംവിധാനമായിരുന്നു. കൊച്ചിയിലോ തിരുവിതാംകൂറിലോ ഒക്കെ ഉണ്ടായിരുന്നതുപോലുള്ള ഒരു സെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ കേന്ദ്രീകൃത ഭരണകൂടം. മനസ്സിലായി. അപ്പോ ഈ പ്രാദേശിക പ്രമാണിമാരുടെ അധികാരം ഇല്ലാതാക്കിയാൽ മാത്രമേ തനിക്ക് മലബാറിൽ പൂർണ്ണ നിയന്ത്രണം സാധ്യമാവൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഒപ്പം തന്നെ സാമ്പത്തിക രംഗത്തും അദ്ദേഹം പിടിമുറുക്കിയല്ലേ? കുരുമുളക്, തേങ്ങ, പുകയില, ചന്ദനം, തേക്ക് തുടങ്ങി മലബാറിലെ വിദേശ വ്യാപാരത്തിന്റെ നട്ടെല്ലായിരുന്ന എല്ലാം അദ്ദേഹം തന്റെ കുത്തകയ്ക്ക് കീഴിലാക്കി. അതെ, എല്ലാം കുത്തകവൽക്കരിച്ചു. ഇത് കേൾക്കുമ്പോൾ ഇപ്പോൾ ഒരു പുതിയ സിഇഒ വന്ന് ഒരു കമ്പനി ഏറ്റെടുത്തിട്ട് അവിടുത്തെ പഴയ സപ്ലയർമാരെ മുഴുവൻ മാറ്റി വിപണിയുടെ പൂർണ്ണ നിയന്ത്രണം ഒറ്റയടിക്ക് സ്വന്തമാക്കുന്ന ഒരു അഗ്രസീവ് കോർപ്പറേറ്റ് ടേക്ക് ഓവർ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങൾക്കൊട്ടും പരിചിതമല്ലാത്ത ഈ സമ്പൂർണ്ണ കുത്തകവൽക്കരണം പ്രായോഗികമായിരുന്നോ? ആ ഒരു ഉപമ വളരെ കൃത്യമാണ്. അവിടെ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ, നൂറ്റാണ്ടുകളായി അറബികളുമായും മറ്റു വിദേശികളുമായും പ്രാദേശിക കച്ചവടക്കാർ നടത്തിവന്നിരുന്ന ഒരു സ്വതന്ത്ര വ്യാപാര ശൃംഖല മലബാറിലുണ്ടായിരുന്നു. അതിലെ ഇടനിലക്കാരെ മുഴുവൻ അദ്ദേഹം ഒഴിവാക്കി. ഓ, അത് വലിയൊരു ഷോക്കായിരുന്നിരിക്കണം. അതെ. മലബാർ അധിനിവേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നു തന്നെ ഈ കുരുമുളക് വ്യാപാരത്തിന്റെ നിയന്ത്രണവും അറബിക്കടലിലെ തുറമുഖങ്ങളിലേക്കുള്ള പ്രവേശനവും ഉറപ്പാക്കുക എന്നതായിരുന്നു. അപ്പോ ഇതിൽ നിന്നുള്ള ലാഭം മൈസൂർ സൈന്യത്തെ ശക്തിപ്പെടുത്താൻ അദ്ദേഹത്തിന് അത്യാവശ്യമായിരുന്നു, അല്ലേ? തീർച്ചയായും. പക്ഷേ ഇതിന് മറുവശവും ഉണ്ടല്ലേ? അദ്ദേഹം നിർമ്മിച്ച റോഡുകളുടെ കാര്യം. സൈനിക നീക്കങ്ങൾക്കു വേണ്ടി കാടുകൾ വെട്ടിത്തെളിച്ച് അദ്ദേഹം നിർമ്മിച്ച പാതകൾ പിന്നീട് മലബാറിന്റെ ഉൾനാടൻ ഗതാഗതത്തിനും വ്യാപാരത്തിനും വളരെ സഹായകമായി എന്ന് ചരിത്രം പറയുന്നുണ്ടല്ലോ. അതെ, ആധുനികവൽക്കരണത്തിന്റെ ചില ഘടകങ്ങൾ അതിലുണ്ടായിരുന്നു എന്നത് സത്യമാണ്. കേന്ദ്രീകൃത ഭരണവും നികുതി പിരിവ് കാര്യക്ഷമമാക്കിയതും ഈ പറയുന്ന റോഡുകളുമെല്ലാം ഭരണനിർവഹണത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇലക്കുമ്പോൾ പ്രാദേശിക സമ്പദ്വ്യവസ്ഥ തകരുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ വലിയ അമർഷമുണ്ടാകും. അത് ശരിയാ. സാമ്പത്തിക ഭദ്രത തകർക്കപ്പെട്ടത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം. അതെ. ഇവിടെയാണ് കാര്യങ്ങൾ വളരെ കൗതുകകരവും അതേസമയം സങ്കീർണവുമാകുന്നത്. ഭരണപരവും സാമ്പത്തികവുമായ മാറ്റങ്ങൾ ഒരു വശത്ത്, എന്നാൽ മറുവശത്ത് വളരെ രൂക്ഷമായ സാംസ്കാരിക അടിച്ചേൽപ്പിക്കലുകൾ കൂടി ഉണ്ടായിരുന്നു. അവിടെയാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത്. സാമൂഹിക തലത്തിൽ നോക്കിയാൽ പ്രാദേശികമായി നിലനിന്നിരുന്ന ബഹുഭർതൃത്വത്തെ അദ്ദേഹം നിശിതമായി എതിർക്കുകയും അത് നിർത്തലാക്കാൻ ഉത്തരവിടുകയും ചെയ്തു. പുതിയ സാമൂഹിക പരിഷ്കാരങ്ങൾ അദ്ദേഹം പ്രഖ്യാപിച്ചു. അതൊരു പക്ഷേ ആ സമൂഹത്തിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളിലേക്കുള്ള കടന്നുകയറ്റമായി ജനങ്ങൾ കണ്ടിട്ടുണ്ടാകാം. 100% ശരിയാണ്. നിങ്ങളുടെ നികുതി സമ്പ്രദായം മാറ്റുന്നതുപോലെയല്ല ആളുകളുടെ വിവാഹ രീതികളിലും സാംസ്കാരിക ആചാരങ്ങളിലും ഇടപെടുന്നത്. അതൊരു വലിയ പൊട്ടിത്തെറിക്ക് തന്നെ കാരണമായി. അതെ. മാപ്പിളമാരും മറ്റ് സമുദായങ്ങളും ഈ മൈസൂർ ഭരണത്തിന്റെ അടിച്ചമർത്തലിനെതിരെ വലിയ തോതിൽ കലാപങ്ങൾ ആരംഭിച്ചു. 1788 ഈ ജനകീയ പ്രക്ഷോഭങ്ങൾ നിയന്ത്രിക്കാനാവാതെ വന്നപ്പോഴാണ് ടിപ്പു സുൽത്താൻ താമരശ്ശേരി ചുരം വഴി നേരിട്ട് വലിയൊരു സൈന്യവുമായി വീണ്ടും മലബാറിൽ പ്രവേശിക്കുന്നത്. അപ്പോഴേക്കും സ്ഥിതിഗതികൾ കൈവിട്ടുപോയിരുന്നോ? അതെ. രവിവർമ്മയും പടിഞ്ഞാറെ കോവിലകത്തെ രാജകുമാരന്മാരും ഈ കലാപത്തിന് നേതൃത്വം നൽകുകയും കോഴിക്കോട് ഉപരോധിക്കുകയും ചെയ്തു. ഇത് അടിച്ചമർത്താൻ എം ലാലി എന്ന ഫ്രഞ്ച് കമാൻഡറുടെ നേതൃത്വത്തിൽ 6000 വരുന്ന വൻ സൈനിക വ്യൂഹത്തെയാണ് ടിപ്പു അയച്ചത്. ഒരു നിമിഷം. ആധുനിക ആയുധങ്ങളും ഫ്രഞ്ച് കമാൻഡറുടെ പരിശീലനവുമുള്ള 6000 സൈനികർ.
അവരെ നേരിടാൻ പ്രാദേശിക കലാപകാരികൾക്ക് എങ്ങനെ കഴിഞ്ഞു? അതൊരു വൺ സൈഡഡ് യുദ്ധമായിരുന്നില്ലേ? ഏയ്, അതങ്ങനെ എളുപ്പം കീഴടങ്ങുന്നവരായിരുന്നില്ല അവിടുത്തെ പ്രാദേശിക പോരാളികള്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 88-ൽ നടന്ന കുറ്റിപ്പുറം പ്രതിരോധം. ഓ, കുറ്റിപ്പുറം പ്രതിരോധം. അതെ, കടത്തനാട്ടിലെ വെറും 2000 വരുന്ന നായന്മാർ തങ്ങളുടെ പരമ്പരാഗത യുദ്ധമുറകൾ ഉപയോഗിച്ച് ആധുനിക മൈസൂർ സൈന്യത്തിൽ നിന്ന് ആഴ്ചകളോളമാണ് ആ കോട്ട സംരക്ഷിച്ചു നിർത്തിയത്. ശരിക്കും വെറും 2000 പേർ? അതെ, ഒടുവിൽ സൈനിക ബലത്തിനു മുന്നിൽ അവർക്ക് കീഴടങ്ങേണ്ടി വന്നെങ്കിലും അതൊരു വലിയ ചെറുത്തുനിൽപ്പായിരുന്നു. ഈ പോരാട്ടങ്ങൾക്കൊടുവിൽ ചിറക്കൽ രാജകുമാരനെ പിടികൂടി കൊലപ്പെടുത്തിയതുപോലുള്ള സംഭവങ്ങൾ ആ കാലത്തെ സൈനിക നീക്കങ്ങളുടെ ക്രൂരത വ്യക്തമാക്കുന്നുണ്ട്. ഈ സൈനിക നീക്കങ്ങൾക്കിടയിലാണ് പരീക്ഷാവീക്ഷണകോണിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം നടക്കുന്നത്. 1789-ലെ ഗുരുവായൂർ ക്ഷേത്ര സംഭവം. ഇത് പലയിടത്തും നമ്മൾ വായിക്കാറുള്ളതാണല്ലോ. ഈ അധിനിവേശ സമയത്ത് വലിയ തോതിലുള്ള അതിക്രമങ്ങൾ നടന്നതായി പല ചരിത്രകാരന്മാരും നേരിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലേ? അതെ, ചരിത്രരേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി കാണാൻ കഴിയും. നമ്മൾ ഒരു പക്ഷവും പിടിക്കേണ്ടതില്ല. രേഖകൾ എന്താണോ പറയുന്നത് അത് മനസ്സിലാക്കുക. പ്രശസ്ത ചരിത്രകാരനായ എലൻകുളം കുഞ്ഞൻപിള്ളയും അതുപോലെ ഹെർമൻ കുണ്ടർട്ടും 89-ൽ കോഴിക്കോട്ടും പരിസരങ്ങളിലും നടന്ന അതിക്രമങ്ങളെക്കുറിച്ച് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓസ്ട്രിയൻ കാർമലൈറ്റ് മിഷണറിയായ പോളിനസ് ആ കാലത്ത് മലബാറിലുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ കുറിപ്പുകളിൽ അമുസ്ലിംകൾക്കെതിരായ അതിക്രമങ്ങൾ വളരെ വ്യക്തമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചരിത്രപരമായി രേഖപ്പെടുത്തപ്പെട്ട വസ്തുതകളാണ്. ഇതിനിടയിൽ സൈനിക ബലം മാത്രമല്ല, നയതന്ത്രവും അദ്ദേഹം ഉപയോഗിച്ചിരുന്നു എന്നതിന് തെളിവാണ് കണ്ണൂരിൽ നടന്ന സംഭവം. കണ്ണൂരിലെ ബീവിയുമായുള്ള ബന്ധമല്ലേ? അതെ, തന്റെ മകൻ അബ്ദുൽ ഖാലിക്കിന്റെ വിവാഹം അദ്ദേഹം കണ്ണൂരിലെ ബീവിയുടെ മകളുമായി നടത്തി. വെറുമൊരു വിവാഹബന്ധം മാത്രമായിരുന്നില്ലത്. കോലത്തിരി രാജയുടെ പ്രദേശത്തിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് അദ്ദേഹം കണ്ണൂരിലെ ബീവിക്ക് നൽകുകയും ചെയ്തു. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ അലയൻസ് ആയിരുന്നു. തീർച്ചയായും. ഇതിലൂടെ വടക്കൻ മലബാറിൽ തനിക്കൊരു വിശ്വസ്തയായ സഖ്യത്തെ ഉറപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സാംസ്കാരിക അടിച്ചേൽപ്പിക്കലിലേക്ക് ഒന്നുകൂടി വരികയാണ്. സൈനിക വിജയങ്ങൾക്കപ്പുറം ജനങ്ങളുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ക്ഷേത്രങ്ങളിലുമെല്ലാം ഇടപെട്ടുകൊണ്ടുള്ള ടിപ്പുവിന്റെ ഈ നയങ്ങളല്ലേ യഥാർത്ഥത്തിൽ മലബാറിലെ ജനങ്ങളെ അദ്ദേഹത്തിൽ നിന്ന് അകറ്റിയത്? ആധുനിക റോഡുകളോ ഭരണ സംവിധാനമോ ഒന്നും ഈ മുറിവുകൾ ഉണക്കാൻ പര്യാപ്തമായിരുന്നില്ല എന്ന് വേണം കരുതാൻ. അതൊരു വളരെ കൃത്യമായ നിരീക്ഷണമാണ്. ഇതൊരു വലിയ ചോദ്യം ഉയർത്തുന്നുണ്ട്. ഒരു ഭരണാധികാരി എത്രത്തോളം സൈനികമായി പ്രാപ്തനാണെങ്കിലും മതപരമായ അസഹിഷ്ണുതയും ജനങ്ങളുടെ സാംസ്കാരിക ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റവും അദ്ദേഹത്തിന്റെ പതനത്തിന് എങ്ങനെ കാരണമാകുന്നുവെന്നതിന്റെ മികച്ച ഉദാഹരണമാണിത്. അതെ അതെ. നിങ്ങൾക്ക് വാളുകൊണ്ട് ഒരു നാട് പിടിച്ചെടുക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഭയം കൊണ്ട് മാത്രം ജനങ്ങളെ എക്കാലവും ഭരിക്കാനാകില്ല. ഈ അന്യവൽക്കരണം കാരണം ജനങ്ങൾ മൈസൂർ ഭരണത്തെ പൂർണ്ണമായും വെറുത്തു. ഇത് വലിയൊരു വഴിത്തിരിവിലേക്കാണ് പിന്നീട് നയിച്ചത്. ആ വഴിതിരിവാണ് നമ്മൾ പിന്നീട് തിരുവിതാംകൂറിൽ കാണുന്നത്. മലബാറിലെ ഈ കലാപങ്ങൾക്കൊടുവിൽ സാമുദ്രി ഉൾപ്പെടെയുള്ള പല പ്രാദേശിക ഭരണാധികാരികളും വിമത നേതാക്കളും തെക്കോട്ട് പലായനം ചെയ്യുകയും തിരുവിതാംകൂർ അവർക്ക് അഭയം നൽകുകയും ചെയ്തു. ഇതിൽ ടിപ്പുവിന് വലിയ നീരസമുണ്ടായിരുന്നു. വളരെ വലിയ നീരസമുണ്ടായിരുന്നു. കൊച്ചിൻ രാജാവ് മുഖേന ചില നയതന്ത്ര ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. അപ്പോഴാണ് തിരുവിതാംകൂർ ഒരു മാസ്റ്റർ സ്ട്രോക്ക് കളിക്കുന്നത്. അവർ ഡച്ചുകാരിൽ നിന്ന് കൊടുങ്ങല്ലൂർ, പള്ളിപ്പുറം എന്നീ കോട്ടകൾ വില കൊടുത്തു വാങ്ങി. അതെ അതെ. മാത്രമല്ല, ദിവാൻ രാജകേശവദാസിന്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിന്റെ വടക്കൻ അതിർത്തിയിലെ പ്രതിരോധ മതിലായ നെടുങ്കോട്ട കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ആ നെടുങ്കോട്ടയെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. വെറുമൊരു മതിൽ മാത്രമായിരുന്നില്ല അത്. പിന്നെ എന്തായിരുന്നു? ചാലക്കുടി പുഴ മുതൽ കിഴക്ക് ആനമല വരെ നീണ്ടുകിടക്കുന്ന ഏകദേശം 48 കിലോമീറ്റർ നീളമുള്ള അതിബൃഹത്തായ ഒരു പ്രതിരോധ കോട്ടയായിരുന്നു അത്. ആഴത്തിലുള്ള കിടങ്ങുകളും പീരങ്കികളും സൈനികരെ വിന്യസിക്കാനുള്ള രഹസ്യ അറകളുമെല്ലാം അടങ്ങിയ സങ്കീർണമായൊരു നിർമ്മിതി. വൗ, അത്ര വലുതായിരുന്നു? അതെ. ഡച്ചുകാരിൽ നിന്ന് ഈ കോട്ടകൾ വാങ്ങിയതോടെ തിരുവിതാംകൂർ തങ്ങളുടെ വടക്കൻ അതിർത്തി പൂർണ്ണമായും സുരക്ഷിതമാക്കി. ഇത് ടിപ്പു സുൽത്താനെ പ്രകോപിപ്പിച്ചു. അങ്ങനെ 89 നവംബറിൽ കോയമ്പത്തൂരിൽ നിന്നും പുറപ്പെട്ട ടിപ്പു വലിയൊരു സൈന്യവുമായി കൊച്ചി പ്രദേശത്ത് പ്രവേശിച്ചു.
ഡിസംബർ 14 അദ്ദേഹം തൃശൂരെത്തുകയും അവിടെ തന്റെ ഭരണനിർവഹണത്തിനായി ഒരു കളക്ടറേറ്റ് ആസ്ഥാനം സ്ഥാപിക്കുകയും ചെയ്തു. അധികം വൈകാതെ ഡിസംബർ 29 അദ്ദേഹം നെടുങ്കോട്ടയ്ക്കെതിരെ തന്റെ ആദ്യ ആക്രമണം നടത്തി. അത് വിജയിച്ചോ? ഇല്ല, പക്ഷേ ആ കൂറ്റൻ പ്രതിരോധ നിരയ്ക്ക് മുന്നിൽ ആ ആക്രമണം പരാജയപ്പെടുകയാണുണ്ടായത്. പക്ഷേ അദ്ദേഹം പിന്മാറാൻ തയ്യാറായിരുന്നില്ലല്ലോ. വീണ്ടും മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ അദ്ദേഹം നടത്തി, കൂടുതൽ പീരങ്കികളും ആയുധങ്ങളും എത്തിച്ചു. അങ്ങനെ 1799 ഏപ്രിൽ 15 അദ്ദേഹം ആ നെടുങ്കോട്ട ഭേദിച്ചു. അതെ, അപ്പോഴേക്കും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. തിരുവിതാംകൂർ സൈന്യത്തിന് പിൻവാങ്ങേണ്ടി വന്നു. തുടർന്ന് കൊടുങ്ങല്ലൂർ കോട്ട, കുരിയപ്പള്ളി, പള്ളിപ്പുറം അഥവാ ആയക്കോട്ട, പിന്നെ ആലങ്ങാട്, പരൂർ എന്നിവയെല്ലാം പിടിച്ച് അദ്ദേഹം ആലുവയിലെത്തി ക്യാമ്പ് ചെയ്തു. ഈയൊരു സാഹചര്യത്തെയാണ് ഞാൻ ഈ ഡീപ് ഡൈവിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഒരു സിനിമയിലെ സീൻ പോലെ എന്ന് പറഞ്ഞത്. അതെ അതെ, വലിയൊരു കരിങ്കൽ മതിൽ നിരന്തരം ഇടിച്ച് അവസാനം അത് തകർത്ത് മുന്നോട്ടു പോകുമ്പോൾ സ്വന്തം വീടിന് തീപിടിച്ചു എന്ന് തിരിച്ചറിയുന്ന അവസ്ഥ. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ് അവിടെ സംഭവിച്ചത്. ആലുവയിൽ ടിപ്പു ക്യാമ്പ് ചെയ്യുന്ന സമയത്താണ് കാലവർഷം ആരംഭിക്കുന്നത്. മൺസൂൺ മഴ കനത്തതോടെ പെരിയാർ കരകവിഞ്ഞൊഴുകി സൈനിക മുന്നേറ്റം ദുഷ്കരമായി. അതിനിടയിലാണ് ഒരു വൻ ഇടുത്തീ പോലെ ആ വാർത്ത അദ്ദേഹത്തെ തേടിയെത്തുന്നത്. തിരുവിതാംകൂറിനെ ആക്രമിച്ചതിന്റെ പേരിൽ മൈസൂരിനെതിരെ ബ്രിട്ടീഷുകാർ ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഓ, അത് വലിയൊരു ട്വിസ്റ്റായിരുന്നല്ലോ. അതുമാത്രമല്ല, വലിയൊരു ബ്രിട്ടീഷ് സൈന്യം മൈസൂരിന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്തേക്ക് അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷുകാർക്ക് തിരുവിതാംകൂറുമായി സഖ്യമുണ്ടായിരുന്നു. മൈസൂർ സാമ്രാജ്യം വികസിക്കുന്നത് അവർ ഭയപ്പെട്ടിരുന്നു. അപ്പോ സ്വാഭാവികമായും തിരിച്ചുപോവുകേ വഴിയുള്ളൂ. അതെ, ഈ വാർത്ത കേട്ടതോടെ തിരുവിതാംകൂർ പിടിക്കുക എന്ന മോഹം ഉപേക്ഷിച്ച് തന്റെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം സംരക്ഷിക്കാൻ മറ്റെല്ലാ നീക്കങ്ങളും ഉപേക്ഷിച്ച് അദ്ദേഹത്തിന് കോയമ്പത്തൂർ വഴി അടിയന്തരമായി പിൻവാങ്ങേണ്ടി വന്നു. ഈയൊരു പിൻവാങ്ങൽ ദക്ഷിണേന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു എന്ന് പറയാം, അല്ലേ? കാരണം ഇത് നേരിട്ട് കൊണ്ടെത്തിച്ചത് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലേക്കാണ്. 1790 മുതൽ 92 വരെ നടന്ന യുദ്ധം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണത്? മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിനു മുമ്പുള്ള കേരളത്തിലെ മൈസൂർ സൈന്യത്തിന്റെ അവസാനത്തെ പ്രധാന സാന്നിധ്യം പാലക്കാട് ഉപരോധമായിരുന്നു. അതെ അതെ, ചരിത്രത്തിന്റെ ഗതിമാറ്റിയ സംഭവങ്ങളാണവ. പരീക്ഷകൾക്കൊക്കെ ഇതൊരു പ്രധാന പോയിന്റാണ്. അപ്പോൾ ഇതിന്റെയെല്ലാം അർത്ഥമെന്താണ്? നമ്മൾ ചർച്ച ചെയ്ത ഈ കാര്യങ്ങളെയെല്ലാം ഒന്നുകൂടി ചുരുക്കി നോക്കാം. 83-ൽ കേണൽ ഫുള്ളട്ടണിൽ നിന്ന് മലബാർ തിരിച്ചുപിടിച്ച് തുടങ്ങിയ ടിപ്പു സുൽത്താന്റെ കേരളത്തിലെ ആ വലിയ പടയോട്ടം 90-ൽ ആലുവയിൽ വെച്ച് പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. തുടക്കത്തിൽ മികച്ച സൈനിക വിജയങ്ങൾ അദ്ദേഹം നേടിയിരുന്നു. എന്നാൽ തന്റെ അധികാരം നിലനിർത്താൻ അദ്ദേഹം കൊണ്ടുവന്ന കടുത്ത അടിച്ചമർത്തൽ നയങ്ങളും സാംസ്കാരികമായ അധിനിവേശവും സാമ്പത്തിക കുത്തകവൽക്കരണവും വ്യാപകമായ ജനകീയ കലാപങ്ങൾക്ക് കാരണമായി. ജനങ്ങൾ അദ്ദേഹത്തെ വെറുത്തതോടെ ഈ പ്രദേശത്ത് ഇടപെടാനും തങ്ങളുടെ ആധിപത്യം എളുപ്പത്തിൽ സ്ഥാപിക്കാനും ബ്രിട്ടീഷുകാർക്കത് വലിയൊരു അവസരമൊരുക്കി. അതെ, നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു വലിയ ചരിത്ര സത്യമുണ്ട്. ഈ മൈസൂർ യുദ്ധങ്ങൾക്ക് ശേഷം മലബാറിൽ ഒരു കാലത്ത് പ്രബലരായിരുന്ന നാടുവാഴികളായിരുന്ന സാമുദ്രിമാരെ കേവലം പെൻഷൻ ലഭിക്കുന്ന ഭൂവുടമകളായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി തരംതാഴ്ത്തിക്കളഞ്ഞു. മലബാറിന്റെ അധികാരം പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ കൈകളിലായി. ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠങ്ങൾ വളരെ വലുതാണ്. നോക്കൂ, ഭരണനിർവഹണത്തിലെ കാര്യക്ഷമതയും അധികാര കേന്ദ്രീകരണവും വികസനവുമെല്ലാം ഒരു പ്രദേശത്തിന്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് നമ്മൾ കരുതുന്നു. അതൊക്കെ ടിപ്പു സുൽത്താൻ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷെ ആ രീതികൾ. അതെ, എന്നാൽ ആ പ്രദേശത്തെ ജനങ്ങളുടെ അടിസ്ഥാന വിശ്വാസങ്ങളെയും നൂറ്റാണ്ടുകളായി അവർ പിന്തുടരുന്ന സാംസ്കാരിക സവിശേഷതകളെയും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് വെറും സൈനിക ബലത്തിൽ മാത്രം അടിച്ചേൽപ്പിക്കുന്ന ഇത്തരം വികസനം യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുമോ? വലിയൊരു ചോദ്യമാണത്. ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാതെ അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് മാത്രം നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾ എങ്ങനെയാണ് ആത്യന്തികമായി ഒരു ഭരണാധികാരിയുടെയും അദ്ദേഹത്തിന്റെ വലിയ സാമ്രാജ്യത്തിന്റെ തന്നെയും തകർച്ചയ്ക്ക് അടിത്തറപാകുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണത്. വലിയൊരു സൈനിക ശക്തിയായിട്ടും എന്തുകൊണ്ട് അദ്ദേഹത്തിന് കേരളത്തിൽ പിടിച്ചു നിൽക്കാനായില്ല എന്നതിന്റെ ഉത്തരം ആ ചോദ്യത്തിലുണ്ട്. ഈ ചരിത്ര സത്യങ്ങൾക്കും പുതിയ ചിന്തകൾക്കുമൊപ്പം ഇന്നത്തെ നമ്മുടെ ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ചരിത്രത്തിന്റെ മറ്റൊരേടുമായി വീണ്ടും കാണാം. ഈ യാത്രയിൽ ഒപ്പം ചേർന്നതിന് നന്ദി.